Hi all, welcome to Competitive Crack. ഞാൻ ശാലിമ. അപ്പോൾ നമ്മളെല്ലാവരും തന്നെ HSC എക്സാമിന്റെ നോട്ടിഫിക്കേഷന് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുകയാണ് അല്ലേ. എല്ലാവരും തന്നെ നല്ല രീതിയിലൊക്കെ പഠിച്ചു തുടങ്ങിയിട്ടുണ്ട്. കുറേ പേരൊക്കെ കൺഫ്യൂഷനിലാണ്. കാരണം ഈ പ്രാവശ്യം കേട്ടറ്റ് എക്സാം എഴുതിയവരെ കൺഫ്യൂഷനിലാണ്. പഠിച്ചു തുടങ്ങണോ, എങ്ങനെയായിരിക്കും റിസൾട്ട്, ഞങ്ങളുടെ റിസൾട്ട് വന്നതിന് ശേഷമാണോ ഈ നോട്ടിഫിക്കേഷൻ വരുന്നതെന്നൊക്കെ ഓർത്ത് ടെൻഷൻ അടിച്ച് കുറച്ച് പേര് ഇരിപ്പുണ്ടാവും. പക്ഷേ അവരോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ ഒരു കാരണവശാലും ഈ പ്രാവശ്യം കേട്ടറ്റ് എഴുതിയവർ ഒരു കാരണവശാലും ടെൻഷൻ അടിക്കേണ്ട കാര്യം വരുന്നില്ല. കാരണം നമ്മുടെ നോട്ടിഫിക്കേഷൻ HSC നോട്ടിഫിക്കേഷൻ എന്തായാലും ഒരു മാർച്ച് ഏപ്രിൽ ആ ഒരു ടൈമിനുള്ളിൽ മാത്രമേ HSC നോട്ടിഫിക്കേഷൻ എന്തായാലും വരാൻ സാധ്യതയുള്ളൂ. കാരണം നമുക്ക് എല്ലാവർക്കും അറിയാം അല്ലേ, നമ്മുടെ കഴിഞ്ഞ HSC എക്സാം കഴിഞ്ഞിട്ട് റാങ്ക് ലിസ്റ്റ് വന്നിട്ട് എത്ര നാളായി? ഒരു 1.5 വർഷമൊന്നും ആയിട്ടില്ല. ശരിക്കും ഒരു 1.5 വർഷ ടൈം പീരീഡ്, ഒരു നോട്ടിഫിക്കേഷൻ അല്ല ഒരു റിസൾട്ട് വന്ന് എന്ന് വെച്ചാൽ ഒരു റാങ്ക് ലിസ്റ്റ് വന്നിട്ട് ഒരു 1.5 വർഷത്തിന്റെ ആ ഒരു ടൈം പീരീഡ് ആണെങ്കിൽ മാത്രമേ എന്ത് ചെയ്യുള്ളൂ, അടുത്തൊരു നോട്ടിഫിക്കേഷൻ വരാൻ സാധ്യതയുള്ളൂ. ബാക്കി HSC സോഷ്യൽ ഒഴികെയുള്ള ബാക്കി എല്ലാ എക്സാമിന്റെയും ആ ഒരു റിസൾട്ട് വന്നിട്ട് റാങ്ക് ലിസ്റ്റ് വന്നിട്ട് എത്ര നാളായി? ഒരു 1.5 വർഷത്തോളം ആയി അല്ലേ. നമ്മുടെ റാങ്ക് ലിസ്റ്റ് വന്നിട്ട് 1.5 വർഷം ആയിട്ടില്ല. കഴിഞ്ഞ ഡിസംബർ നവംബർ ആ ഒരു ടൈമിലാണ് നമ്മുടെ എല്ലാവരുടെയും കഴിഞ്ഞ HSC സോഷ്യലിന്റെ റാങ്ക് ലിസ്റ്റ് വന്നത്. അപ്പോൾ 1.5 വർഷം ടൈം പീരീഡ് ആയിട്ടില്ല. എന്തായാലും ഒരു മാർച്ച് ഏപ്രിൽ ആ ഒരു ടൈം ആകുമ്പോൾ മാത്രമേ എന്താവുന്നുള്ളൂ, നമുക്ക് ഒരു 1.5 വർഷം ആകുന്നുള്ളൂ. അപ്പോഴത്തേക്കും നമ്മുടെ കേട്ടറ്റിന്റെ റിസൾട്ട് വരാറാവും. കൂടുതൽ പേർക്കും എന്ത് ചെയ്യാനുള്ള അവസരമുണ്ട്? HSC അപ്ലൈ ചെയ്യാനുള്ള അവസരമുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ K3 സോഷ്യൽ സയൻസ് എഴുതിയവർക്ക് ഒരു 90% ഒരു 99% എന്ത് ചെയ്യാൻ പറ്റും? അടുത്ത HSC എക്സാമിന് അപ്ലൈ ചെയ്യാനുള്ള അവസരം ഉണ്ടാവും. നിങ്ങളെല്ലാവരും ഞങ്ങൾക്ക് പറ്റില്ലേ എന്നോർത്ത് വിഷമിച്ചിരിക്കാതെ എന്ത് ചെയ്യുക, ജയിക്കുമെന്ന് ഉറപ്പുള്ളവരെല്ലാവരും എന്ത് ചെയ്യുക, അടുത്ത HSCക്ക് വേണ്ടി എന്ത് ചെയ്യുക, പ്രിപ്പയർ ചെയ്ത് തുടങ്ങുക. ഓക്കെ, നമുക്കറിയാം HSCയുടെ സിലബസ് ഇങ്ങനെയാണ്, വാസ്റ്റ് സിലബസ് ആണ് അല്ലേ. നമ്മൾക്ക് നോർമൽ തന്നെ സോഷ്യൽ സയൻസ് ഭയങ്കര വാസ്റ്റ് ആണ്. പ്രത്യേകിച്ച് HSC പോലുള്ള എക്സാം ആകുമ്പോഴത്തേക്ക് നല്ല ഡീപ്പായിരിക്കും അല്ലെ ക്വസ്റ്റ്യൻ വരുന്നത്. നല്ല ഡീപ്പിലുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും നമുക്ക് പ്രതീക്ഷിക്കേണ്ടത്. നമുക്ക് കഴിഞ്ഞ പ്രാവശ്യത്തെ ആ ഒരു സിലബസ് വെച്ച് നോക്കുമ്പോൾ നമുക്ക് എന്തറിയാം, നമുക്ക് 100 മാർക്കിന് ക്വസ്റ്റ്യൻ ഉണ്ടെന്ന് അറിയാം. അതിൽ 80 മാർക്ക് വരുന്നത് എന്താണ്? മലയാളത്തിലാണ്. എന്ന് വെച്ചാൽ നമ്മുടെ സബ്ജക്റ്റ് ആണ്, മലയാളത്തിൽ ചോദിക്കും. പിന്നുള്ളത് 20 മാർക്കാണ് അല്ലെ. 20 മാർക്ക് വരുന്നത് എന്താണ്? 20 മാർക്ക് ആ ഒരു GK കറണ്ട് അഫേഴ്സും ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡ് എല്ലാം കൂടെ ഉള്ള ജനറൽ പേപ്പർ ആണ്. അത് ഇംഗ്ലീഷിലാണ്. കഴിഞ്ഞ പ്രാവശ്യത്തെ സിലബസിലാണെങ്കിൽ ഇംഗ്ലീഷിലാണ് ചോദിച്ചിരിക്കുന്നത്. അത് തന്നെയായിരിക്കും ഈ പ്രാവശ്യം എന്നുള്ളത് നമ്മൾ പ്രതീക്ഷിക്കുന്നു. വലിയ വ്യത്യാസം വരാൻ സാധ്യതയില്ല, എന്നാലും നമ്മൾ ചെറിയ വ്യത്യാസം വരാൻ സാധ്യതയുണ്ടെന്ന് തന്നെ പ്രതീക്ഷിക്കുക കേട്ടോ. ഓക്കെ, അപ്പോൾ എന്തുകൊണ്ടാണ് HSC സോഷ്യൽ സയൻസിന്റെ നോട്ടിഫിക്കേഷൻ വൈകുന്നതെന്ന് വെച്ചാൽ ഒരു കാര്യം മാത്രമേ ഉള്ളൂ. അതിനൊരു റീസൺ ആയിട്ട് പറയാനുള്ളത്, നമുക്ക് ആ ഒരു സമയം ആയിട്ടില്ല. നമ്മുടെ ഒരു കാലാവധി ഒരു 2-3 മാസം കൂടി ഉണ്ടെങ്കിൽ മാത്രമേ നമ്മുടെ ഒരു നോട്ടിഫിക്കേഷൻ വരാൻ സാധ്യതയുള്ളൂ. കാരണം അപ്പോഴേ നമുക്കൊരു 1.5 വർഷം ആ ഒരു ടൈം ആവുള്ളൂ. അതുകൊണ്ട് മാത്രമാണ് നമ്മുടെ നോട്ടിഫിക്കേഷൻ വരാൻ വൈകുന്നത്. ആ ഒരു കാര്യം എന്ത് ചെയ്യണം, നമ്മൾ അതൊരു ബെനിഫിറ്റ് ആയിട്ട് എടുക്കണം അല്ലെ. കാരണം എന്താണ് ബാക്കിയുള്ള HSC ഫിസിക്കൽ സയൻസ്, അങ്ങനെയുള്ള HSC നാച്ചുറൽ സയൻസ്, അങ്ങനെയുള്ള ബാക്കി എല്ലാ HSCക്കാരെ അപേക്ഷിച്ച് നമുക്കൊരു 2-3 മാസം കൂടി എന്ത് കിട്ടും, പഠിക്കാനുള്ള ആ ഒരു ടൈം കിട്ടും അല്ലെ. നമ്മുടെ എക്സാം അത്രയും വൈകുന്നതനുസരിച്ച് നമുക്ക് കുറെ കൂടി നല്ല രീതിയിൽ പഠിക്കാനുള്ള ആ ഒരു ടൈമാണ് അവിടെ കിട്ടുന്നത്. അപ്പം നമ്മൾ എന്ത് ചെയ്യണം, മാക്സിമം ആ ഒരു ടൈം എന്ത് ചെയ്യുക, യൂട്ടിലൈസ് ചെയ്യുക. ഓക്കെ, അപ്പൊ ഇന്ന് മുതൽ തന്നെ പഠിച്ചു തുടങ്ങാത്തവരുണ്ടെങ്കിൽ ഇന്ന് മുതൽ തന്നെ എന്ത് ചെയ്യുക, നമ്മുടെ എക്സാമിന് വേണ്ടി നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്യുക. ശരിക്കും നമുക്ക് സ്കൂൾ ടെസ്റ്റ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. സ്കൂൾ ടെസ്റ്റ് അതുപോലെ SCRTയും NCRT ഒക്കെ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് നമ്മുടെ എക്സാമിന്. ഇങ്ങനെ HSC പോലുള്ള എക്സാമുകൾക്ക്. ശരിക്കും 5ാം ക്ലാസ് തൊട്ട് +1 +2 വരെയുള്ള 5ാം ക്ലാസ് തൊട്ട് എത്രയാണ് +2 5ാം ക്ലാസ് തൊട്ട് +2 വരെയുള്ള ആ ഒരു സ്കൂൾ ടെസ്റ്റ് നിങ്ങൾ വായിച്ച് നന്നായിട്ട് ഡീപ്പായിട്ട് തന്നെ വായിച്ചു നോക്കണം. 8, 9, 10 ആയിരിക്കും നോർമലി എല്ലാവരും വായിക്കുന്നത്. 8, 9, 10 +1 +2 ആയിരിക്കും. പക്ഷേ നമ്മൾ 5ാം ക്ലാസ് മുതൽ പഠിച്ചാൽ എന്താണ്, നമുക്കൊരു ബേസ് കിട്ടും അല്ലെ. ഇപ്പൊ ഡിഗ്രി ആണെങ്കിൽ ചിലർ എക്കണോമിക്സ് ആവും, അവർക്ക് എന്തുണ്ടാവില്ല, ഹിസ്റ്ററിയുമായിട്ട് വലിയ ബന്ധം ഉണ്ടാവില്ല. അപ്പോൾ ഈ അതുപോലെ ഓരോ സബ്ജക്റ്റും ഡിഗ്രിക്കും PGക്കും ഓരോ സബ്ജക്റ്റ് പഠിക്കുന്നവരും മെയിനായിട്ട് പഠിക്കുന്നവർക്ക് ബാക്കിയുള്ള സബ്ജക്റ്റുമായിട്ട് വലിയ പിടി ഉണ്ടാവില്ല. അപ്പോൾ ഈ ഒരു 5ാം ക്ലാസ് തൊട്ട് പഠിച്ചു തുടങ്ങുവാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമ്മുടെ സബ്ജക്റ്റ് നമ്മുടെ കയ്യിലിരിക്കും അല്ലെ. സോഷ്യൽ സയൻസുമായിട്ട് ബന്ധപ്പെട്ട എക്കണോമിക്സ് ആണെങ്കിലും ഹിസ്റ്ററി ആണെങ്കിലും ജോഗ്രഫി ആണെങ്കിലും പൊളിറ്റിക്കൽ സയൻസ് ആണെങ്കിലും എല്ലാം ആ ഒരു സബ്ജക്റ്റുമായിട്ട് നമുക്ക് നല്ലൊരു ഐഡിയ കിട്ടും. നമ്മുടെ എക്സാം ടൈം ആകുമ്പോഴത്തേക്ക് നമുക്ക് ഏത് രീതിയിൽ എവിടുന്ന് ക്വസ്റ്റ്യൻ വന്നാലും നമുക്ക് എഴുതാനുള്ള ആ ഒരു പ്രാപ്തി നമുക്കുണ്ടാവും.
അപ്പം നിങ്ങൾ എന്ത് ചെയ്യുക, ഫസ്റ്റ് തന്നെ നിങ്ങൾ സ്കൂൾ ടെസ്റ്റ് എടുക്കുക. ഇപ്പോൾ സ്കൂൾ ടെസ്റ്റ് നിങ്ങളുടെ കയ്യിൽ അവൈലബിൾ അല്ലെങ്കിൽ നമുക്ക് സമഗ്ര എന്നൊരു ഓപ്ഷൻ ഉണ്ട് അല്ലേ. അപ്പോൾ സമഗ്രയുടെ സൈറ്റ് കയറിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, സ്കൂൾ ടെസ്റ്റ് ഡൗൺലോഡ് ചെയ്ത് വെക്കുക. എന്നിട്ട് നിങ്ങൾക്ക് സമയം കിട്ടുന്നതനുസരിച്ച് വായിക്കുക. അല്ലെങ്കിൽ ചിലർക്ക് ഇങ്ങനെ ഫോണിൽ നോക്കി വായിക്കാനും അങ്ങനെ ഭയങ്കര ബുദ്ധിമുട്ടുണ്ടാവും. അവരെന്ത് ചെയ്യാം, ഇത് പ്രിന്റ് എടുത്ത് വായിക്കുക. ഓക്കെ, പ്രിന്റ് എടുത്ത് വെച്ചിട്ട് നിങ്ങളുടെ സൗകര്യം പോലെ എന്ത് ചെയ്യാം, അത് വായിച്ച് ഓരോ ദിവസവും ഇപ്പം 5ാം ക്ലാസ് ഒക്കെ ആണെങ്കിൽ ഒരുപാട് കുറേ നേരം നമുക്ക് ആ സ്കൂൾ ടെസ്റ്റ് വായിക്കാൻ വേണ്ടി ടൈം കളയേണ്ട കാര്യമില്ല. അപ്പോൾ ഒരു ദിവസം കൊണ്ട് തന്നെ 5ാം ക്ലാസ് നമുക്ക് കംപ്ലീറ്റ് ചെയ്യാം. അങ്ങനെ നിങ്ങൾ എന്ത് ചെയ്യാം, ഓരോ ദിവസവും ചാപ്റ്റേഴ്സ് ഡിവൈഡ് ചെയ്ത് വെച്ചിട്ട് ഓരോ ചാപ്റ്റേഴ്സും എന്ത് ചെയ്യുക, കംപ്ലീറ്റ് ചെയ്യുക. തറവായിട്ട് തന്നെ പഠിച്ചു വെക്കുക. അതുപോലെ തന്നെ ഈ ചാപ്റ്റേഴ്സ് വായിക്കുമ്പോൾ നിങ്ങൾക്ക് കൂടുതലായിട്ട് അതിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് തോന്നുന്ന കാര്യങ്ങൾ എന്ത് ചെയ്യുക, ഹൈലൈറ്റ് ചെയ്ത് വെക്കുക. പിന്നെ അടുത്ത പ്രാവശ്യം നമ്മൾ റിവിഷൻ ടൈമിൽ എന്ത് ചെയ്യുക, ഈ ഹൈലൈറ്റ് ചെയ്ത് വെക്കുന്ന പോയിന്റ് മാത്രം വായിച്ചു പോവുക. അങ്ങനെ ചെയ്യുക. അത് 5ാം ക്ലാസ് തൊട്ട് +2 വരെയുള്ള സ്കൂൾ ടെസ്റ്റിന് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് നമ്മുടെ എക്സാമിന്. അപ്പം അത് നന്നായിട്ട് തന്നെ ആ ഒരു ചാപ്റ്റേഴ്സ് വായിച്ചു നോക്കുക. ഇമ്പോർട്ടൻ്റ് ആയിട്ട് തോന്നുന്ന കാര്യങ്ങളൊക്കെ ഹൈലൈറ്റ് ചെയ്ത് വെക്കുക. അല്ലെങ്കിൽ ഒരു ബുക്ക് എടുത്ത് നോട്ട് ചെയ്ത് വെക്കുക. ഓക്കെ അപ്പോൾ ഈ ഒരു നമുക്ക് നോട്ടിഫിക്കേഷൻ വായിക്കുന്നത് നമുക്ക് ഭയങ്കര ഹെൽപ്പാന്ന് തന്നെ വിചാരിക്കുക. കാരണം നമ്മുടെ കേട്ടറ്റ് ഈ പ്രാവശ്യം കേട്ടറ്റ് എക്സാം എഴുതിയവർക്ക് അത് ഭയങ്കര ഒരു ബെനിഫിറ്റ് ആണ് അല്ലെ. ആ ഒരു നോട്ടിഫിക്കേഷൻ വായിക്കുന്നതനുസരിച്ച് അവരുടെ റിസൾട്ട് എന്തായാലും ഒരു 2 മാസത്തിനുള്ളിൽ കേട്ടറ്റ് ഈ പ്രാവശ്യം കേട്ടറ്റ് 3 എക്സാം എഴുതിയവരുടെ റിസൾട്ട് ഒരു 2 മാസത്തിനുള്ളിൽ വരാൻ 100% ചാൻസ് ഉണ്ട്. അതുപോലെ തന്നെ നമ്മുടെ നോട്ടിഫിക്കേഷനും എന്നാണ് ഒരു മാർച്ച് ഏപ്രിൽ ആ ഒരു ടൈമിനുള്ളിലായിരിക്കും നമ്മുടെ നോട്ടിഫിക്കേഷൻ വരാം. ഫെബ്രുവരി മാർച്ച് ഏപ്രിൽ ആ ഒരു ടൈമാണ് നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റുന്ന ആ ഒരു ടൈമിനുള്ളിൽ നമ്മുടെ നോട്ടിഫിക്കേഷൻ വരും. അപ്പോൾ നമുക്ക് എന്താണ്, ഈ ഇവരുടെ റിസൾട്ട് വന്ന് കേട്ടറ്റ് എക്സാം എഴുതിയവരുടെ റിസൾട്ട് വന്നു കഴിഞ്ഞാണ് നോട്ടിഫിക്കേഷൻ വരാൻ ചാൻസ്. അപ്പൊ ആ ഒരു ടൈം എന്ത് ചെയ്യാം, മാക്സിമം യൂട്ടിലൈസ് ചെയ്ത് നല്ല രീതിയിൽ പഠിച്ച് മുന്നേറുക. ഓക്കെ അപ്പോൾ നമ്മളിവിടെ കോമ്പറ്റേറ്റീവ് ക്രാക്കർ HSC എക്സാമിന് വേണ്ടിയിട്ട് പുതിയ ബാച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. എന്താണ്, ഉഴപ്പാതെ പഠിച്ചാൽ ഉറപ്പാണ് ജോലി അല്ലെ. അപ്പൊ നമ്മൾ ഉഴപ്പി പോയാൽ നമ്മുടെ കയ്യിൽ നിന്ന് എല്ലാം പോകും. നമുക്കൊരു എയിം ഉണ്ടാവും, എല്ലാവർക്കും ഒരു എയിം ഉണ്ടാവും. ആ ഒരു എയിം അനുസരിച്ച് തന്നെ ആ ലക്ഷ്യത്തിൽ എത്താൻ വേണ്ടി പഠിച്ചാൽ നമുക്ക് സിമ്പിൾ ആയിട്ട് നമ്മുടെ ലക്ഷ്യം നേടാൻ പറ്റും. പക്ഷെ അതിൻ്റെ ഇടയ്ക്ക് എനിക്ക് കിട്ടും, നമ്മൾ ഈ നെഗറ്റീവ് ചിന്ത വന്നാൽ എന്താ, അവിടെ തീർന്നു നമ്മൾ അല്ലെ. നെഗറ്റീവ് ചിന്ത വന്നാൽ നമുക്ക് ഒന്നും നേടാൻ പറ്റില്ല, അവിടെ നമ്മൾ ഫ്ലോപ്പായി. അപ്പൊ ഉഴപ്പാതെ എന്ത് ചെയ്യാം, ഓരോ ദിവസവും കൃത്യമായി ടൈം ടേബിൾ വെച്ചിട്ട് ഓരോ ദിവസവും പഠിക്കേണ്ട കാര്യങ്ങൾ രാത്രി കിടക്കുന്നതിന് മുമ്പ് എന്ത് ചെയ്യുക, കംപ്ലീറ്റ് ചെയ്തിട്ട് മാത്രം ഉറങ്ങുക. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ കോമ്പറ്റേറ്റീവ് ക്രാക്ക് HSC എക്സാമിന് വേണ്ടിയിട്ട് പുതിയ ബാച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. നമ്മുടെ ക്ലാസ്സുകൾ ഇപ്പൊ നമ്മുടെ കയ്യിലുള്ള സിലബസ് ഓറിയന്റഡ് ആയിട്ടുള്ള ക്ലാസ്സുകളാണ് നമുക്ക് ഇവിടെ അവൈലബിൾ ആയിട്ടുള്ളത്. ഇനി നമുക്ക് സിലബസിൽ എന്തെങ്കിലും വ്യത്യാസം വരുവാണെങ്കിൽ അതനുസരിച്ച് നമ്മൾ അപ്ഡേറ്റ് ചെയ്യും. അപ്പോൾ ക്ലാസ്സുകളെല്ലാം റെക്കോർഡായിട്ട് ആപ്പിൽ അവൈലബിൾ ആണ്. അതുപോലെ അതിൻ്റെയൊക്കെ PDF നോട്ട്സ് ഉണ്ട്, എക്സാം ഉണ്ട്. അതൊക്കെ നിങ്ങൾക്ക് പിന്നെന്താണ്, നിങ്ങൾക്ക് കുറേ ഡൗട്ട്സ് ഉണ്ടാവും അല്ലേ, അത് ക്ലിയർ ചെയ്യാൻ നിങ്ങൾക്ക് ഒരു മെന്റർ ഉണ്ടാവും. പിന്നെ ഇതിനൊക്കെ പുറമെ എക്സ്ട്രാ ലൈവ് ക്ലാസ്സുകൾ നമ്മളിവിടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതനുസരിച്ച് നിങ്ങൾക്ക് ലൈവ് ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്ത് നിങ്ങൾക്ക് ആ ഒരു നമ്മൾ പഠിക്കുന്ന ടോപ്പിക്കുമായിട്ട് ബേസ് ചെയ്ത് ലൈവ് ക്ലാസ് ആയിരിക്കും. അപ്പോൾ ആ ഒരു ഭാഗം നിങ്ങൾക്ക് തറായിട്ട് തന്നെ പഠിച്ചു പോകാൻ പറ്റും. ഓക്കെ, നിങ്ങളെല്ലാവരും എന്ത് ചെയ്യാം, നമ്മുടെ കോഴ്സിൽ എല്ലാവരും ജോയിൻ ചെയ്യാം. നമ്മുടെ കോഴ്സിൽ ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് 8589083568 എന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമ്മൾ HSC നോട്ടിഫിക്കേഷൻ വെയിറ്റ് ചെയ്തിരിക്കുമല്ലേ. അപ്പൊ സ്വാഭാവികമായിട്ട് നമുക്ക് നമ്മുടെ ഉള്ളിൽ ഒരു ചോദ്യം ഉണ്ടാവും, നമ്മൾ ഏത് ജില്ലയിൽ അപ്ലൈ ചെയ്യണം, ഓരോ ജില്ലയിലെ നിയമന നില എന്താണ്, ഏത് ജില്ലയിൽ അപ്ലൈ ചെയ്താലാണ് നമുക്ക് ജോലി സാധ്യത എന്ന് എല്ലാവർക്കും ഭയങ്കര ഒരു കൺഫ്യൂഷൻ ഉണ്ടാവും. അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യത്തെ ആ ഒരു നിയമന നില നമുക്ക് ജസ്റ്റ് ആ നിയമന നില ഒരു ഏകദേശ രൂപം നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ കാറ്റഗറി കോഡ് കഴിഞ്ഞ പ്രാവശ്യത്തെ കാറ്റഗറി കോഡ് പറയുന്നത് 203/2021 ആയിരുന്നു കാറ്റഗറി കോഡ്. അതനുസരിച്ച് ഓരോ ജില്ലയിലെയും അഡ്വൈസ് ഇതുവരെ എത്ര അഡ്വൈസ് പോയി നോക്കാം. തിരുവനന്തപുരം ജില്ലയിൽ എത്ര അഡ്വൈസ് ആണ്, 20 അഡ്വൈസ് പോയിട്ടുണ്ട്. എത്രയാണ് നിയമന ശുപാർശ, എത്രയാണ് 20 എണ്ണം പോയിട്ടുണ്ട്. ഓക്കെ, അതുപോലെ കൊല്ലം ജില്ലയിലാണെങ്കിൽ എത്രയാണ്, 23. കൊല്ലം ജില്ലയിൽ എത്രയാണ്, 23 ആണ് കൊല്ലം ജില്ലയിൽ. തിരുവനന്തപുരത്ത് 20. ഇതിലെ ചെറിയ എന്തെങ്കിലും വേരിയേഷൻ ഉണ്ടെങ്കിൽ മാത്രമേ ഉള്ളൂ. ഒരുപാട് വലിയ വേരിയേഷൻസ് ഈ ഒരു നിയമന നിലയുമായിട്ട് ഇപ്പോഴത്തെ നിയമന നിലയുമായിട്ട് വലിയ വേരിയേഷൻസ് ഉണ്ടാവില്ല. ഓക്കെ, അപ്പോൾ നമ്മളെല്ലാവരും HSC നോട്ടിഫിക്കേഷന് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുവാണ് അല്ലെ. അപ്പൊ നമുക്ക് എല്ലാവർക്കും ഉള്ളിൽ ഒരു ചോദ്യമുണ്ട്, ഇപ്പൊ നോട്ടിഫിക്കേഷൻ വന്നാൽ നമ്മൾ ഏത് ജില്ലയിൽ അപ്ലൈ ചെയ്യുമെന്നൊരു കൺഫ്യൂഷൻ ഉണ്ട്. ഏത് ജില്ലയിലാണ് നിയമന ശുപാർശ കൂടുതൽ നടന്നത്, ഏത് ജില്ലയിൽ ഞങ്ങൾ അപ്ലൈ ചെയ്യണമെന്നൊക്കെ ഒരുപാട് കൺഫ്യൂഷൻ എല്ലാവരുടെയും ഉള്ളിലുണ്ടാവും. അപ്പോൾ ഞാനൊരു ഏകദേശ രൂപം നമ്മുടെ ഇതുവരെയുള്ള ജില്ലകളിലെ നിയമന നിലയുടെ ഒരു ഏകദേശ രൂപം കൊണ്ടുവന്നിട്ടുണ്ട്, നമുക്കൊന്ന് നോക്കാം. ഓക്കെ,
അപ്പോൾ കഴിഞ്ഞ എക്സാമിന് കാറ്റഗറി കോഡ് എത്രയാണെന്ന് 203/2021 ആയിരുന്നു നമ്മുടെ കഴിഞ്ഞ HSC സോഷ്യൽ സയൻസിന്റെ കാറ്റഗറി നമ്പർ. അപ്പോൾ അതനുസരിച്ച് നിയമന ശുപാർശ നടന്നത് എവിടെയാണ്? തിരുവനന്തപുരം ജില്ലയിൽ എത്ര നിയമന ശുപാർശ നടന്നിട്ടുണ്ട്? 20 നിയമന ശുപാർശ നടന്നിട്ടുണ്ട് അല്ലെ. നമ്മള് റാങ്ക് ലിസ്റ്റിൽ നമ്മളൊരു 10 റാങ്കിനുള്ളിൽ വരണം എന്ന് വിചാരിച്ച് തന്നെ നോക്കിയാൽ മാത്രമേ നമുക്ക് പെട്ടെന്ന് ജോലി കിട്ടാൻ സാധ്യതയുള്ളൂ. ഓക്കെ, HSC പോലുള്ള ജോലി കിട്ടിയാൽ ഗ്ലാമർ ജോലിയാണല്ലേ, നമ്മുടെ ലൈഫ് സ്റ്റൈല് എല്ലാം മാറും, നമ്മുടെ ജീവിതം തന്നെ മാറ്റിമറിക്കാൻ പറ്റിയ ഒരു ജോലിയാണ് HSC സോഷ്യൽ സയൻസ് അല്ലെങ്കിൽ HSC പോലുള്ള ടീച്ചിങ് എക്സാം. ഓക്കെ, നോക്ക്, തിരുവനന്തപുരം ജില്ലയിൽ 20 ആണ്, കൊല്ലം ജില്ലയിൽ 23 ആണ്, പത്തനംതിട്ട ജില്ലയിൽ കുറവാണ് അല്ലെ, 6 ആണ് കേട്ടോ. പത്തനംതിട്ട ജില്ലയിൽ 6 ആണ് നിയമന ശുപാർശ. ആലപ്പുഴയിലുണ്ട്. ആലപ്പുഴയിൽ എത്രയാണ്? 22 ആണ് അല്ലെ. ആലപ്പുഴയിൽ 22 നിയമന ശുപാർശ നടന്നിട്ടുണ്ട്. അതുപോലെ കോട്ടയത്താണെങ്കിൽ എത്രയാണ്? കോട്ടയത്ത് നിയമന ശുപാർശ എത്രയാണ്? 11 നിയമന ശുപാർശ കോട്ടയത്ത് 11 നിയമന ശുപാർശ നടന്നിട്ടുണ്ട്. പിന്നുള്ളത് ഇടുക്കിയിലാണ്. ഇടുക്കിയിൽ എത്രയാണ്? 4 ആണ് അല്ലെ. ഇടുക്കിയിൽ കുറവാണ്, 4 നിയമന ശുപാർശയാണ് ഇടുക്കിയിൽ നടന്നിട്ടുള്ളത്. അതുപോലെ എറണാകുളത്ത് എത്രയാണ്? 15 ആണ്. എറണാകുളത്ത് നിയമന ശുപാർശ നിയമന ശുപാർശ നടന്നിട്ടുണ്ട്? 15 നിയമന ശുപാർശ നടന്നിട്ടുണ്ട്. പിന്നുള്ളത് തൃശ്ശൂർ ജില്ലയിലാണ് അല്ലെ. തൃശ്ശൂർ ജില്ലയിലെ നിയമന ശുപാർശ എത്രയാണ്? 18 ആണ്. 18 നിയമന ശുപാർശയാണ് തൃശ്ശൂർ ജില്ലയിൽ. പാലക്കാട് കൂടുതലാണ് അല്ലെ. പാലക്കാട് എത്രയാണ്? 42 നിയമന ശുപാർശ നടന്നിട്ടുണ്ട്. പാലക്കാട് അപ്പൊ നമുക്ക് അവസരമുള്ളതാണ്. പാലക്കാട് നമുക്കറിയാം കൂടുതൽ സ്കൂളുകളൊക്കെ മലപ്പുറത്തും പാലക്കാടും ഒക്കെ ഒരുപാട് സ്കൂളുകളൊക്കെ ഉണ്ട്. നോർമലി ടീച്ചിങ് എക്സാമിന് എല്ലാവരും അപ്ലൈ ചെയ്യുന്ന ഒരു സ്ഥലമാണ് മലപ്പുറവും പാലക്കാട്. അപ്പൊ പാലക്കാട് എത്രയാണ്? 42 നിയമന ശുപാർശ നടന്നിട്ടുണ്ട്. അതുപോലെ തന്നെ മലപ്പുറത്ത് എത്രയാണ്? 57 നിയമന ശുപാർശയാണ് മലപ്പുറത്ത് കൂടുതലാണ് അല്ലെ. മലപ്പുറത്ത് സ്കൂളും കൂടുതലാണ്. ആപ്ലിക്കേഷൻ അയക്കുന്നവരുടെ അപേക്ഷകരുടെ എണ്ണവും എന്താണ്? കൂടുതലാണ് മലപ്പുറം ജില്ലയിൽ. അപ്പൊ മലപ്പുറത്ത് എത്രയാണ്? 57 ആണ്. അതുപോലെ കോഴിക്കോടാണെങ്കിൽ എത്രയാണ്? 27 ആണ്. കോഴിക്കോട് നിയമന ശുപാർശ 27 ആണ്. അപ്പോൾ നോർമൽ കൂടുതലും HSCക്കൊക്കെ ആണെങ്കിൽ കൂടുതലും സ്ത്രീകളായിരിക്കും അല്ലെ. അപ്പൊ അവർക്ക് അവരുടെ ഫാമിലി സെറ്റപ്പിൽ നിന്ന് ദൂരെ ജില്ലയിൽ പോയി അപ്ലൈ ചെയ്യാനൊക്കെ മടിയായിരിക്കും, അവിടെ താമസിക്കണം. നമുക്ക് 5 വർഷം കഴിഞ്ഞാൽ നമുക്ക് ട്രാൻസ്ഫർ കിട്ടി വരും എന്ന് പറഞ്ഞാലും അത്ര ഉറപ്പില്ല. കാരണം എന്താണ്? നമുക്കിവിടെ പെട്ടെന്ന് ട്രാൻസ്ഫർ കിട്ടാനൊക്കെ ചാൻസ് കുറവായിരിക്കും. അപ്പൊ എൻ്റെ ഒരു പേഴ്സണൽ അഭിപ്രായത്തിൽ പറയുവാണെങ്കിൽ നിങ്ങൾ എല്ലാവരും അവരവരുടെ ജില്ലയിൽ തന്നെ അപ്ലൈ ചെയ്യുന്നതായിരിക്കും നല്ലത്. അപ്പം എൻ്റെ ഒരു അഭിപ്രായം പറയുവാണെങ്കിൽ, പേഴ്സണൽ ആയിട്ട് പറയുവാണെങ്കിൽ എല്ലാവരും അവരവരുടെ ജില്ലയിൽ തന്നെ അപ്ലൈ ചെയ്യുന്നതായിരിക്കും നല്ലത്. അല്ലാതെ ദൂരെ പോയി താമസിക്കുക അങ്ങനെ കുഴപ്പമില്ല എന്നൊരു കേസിലാണെങ്കിൽ നമുക്ക് ദൂരെ ജില്ലയിലൊക്കെ അപ്ലൈ ചെയ്യാം. പക്ഷെ അവരവരുടെ ജില്ലയിൽ അപ്ലൈ ചെയ്ത് നല്ലതായിട്ട് പഠിക്കുവാണെങ്കിൽ നമുക്ക് നല്ല റാങ്ക് വാങ്ങിക്കുകയാണെങ്കിൽ നമ്മുടെ ജില്ലയിൽ തന്നെ നമുക്ക് ജോലിയിൽ പ്രവേശിക്കാം അല്ലെ. പിന്നെ അങ്ങോട്ട് ട്രാൻസ്ഫറിന്റെ കാര്യത്തിനോ അങ്ങനെയൊന്നും ബുദ്ധിമുട്ടേണ്ട കാര്യമില്ല, വീട്ടുകാരോട്ട് അകന്ന് നിൽക്കേണ്ട കാര്യവും ഇല്ല. ഓക്കെ, അപ്പോൾ കോഴിക്കോട് ജില്ലയിൽ 27 ആണ് നിയമന ശുപാർശ. പിന്നുള്ളത് വയനാട് ജില്ലയാണ്. വയനാട് ജില്ലയിൽ 8 നിയമന ശുപാർശയാണ് വയനാട് ജില്ലയിൽ. പിന്നെ കണ്ണൂർ ജില്ലയിൽ എത്രയാണ്? 28 ആണ് നിയമന ശുപാർശ. 28 ആണ് നിയമന ശുപാർശ. കാസർഗോഡ് എത്രയാണ്? 29 ആണ്. കാസർഗോഡ് കൂടുതലാണ് അല്ലെ. കാസർഗോഡ് താരതമ്യേന എത്രയാണ്? 29 ആണ്. ഓക്കെ, അപ്പോൾ ഏറ്റവും കൂടുതൽ നിയമന ശുപാർശ എവിടെയാണ് നടന്നത്? 57 ആണ്. നമ്മുടെ മലപ്പുറം ജില്ലയിലാണ്. രണ്ടാമത് പാലക്കാടാണ്, 42 ആണ് പാലക്കാട് നിയമന ശുപാർശ. അപ്പോൾ ഇതാണ് ഒരു ഏകദേശ നിയമന ശുപാർശയുടെ ഒരു കണക്ക്. കഴിഞ്ഞ HSC എക്സാമിന്റെ നിയമന ശുപാർശ ഓരോ ജില്ലയിലുമായിട്ട് ഞാൻ എടുത്തതിൽ ഒരു ഏകദേശ കണക്കാണിത്. അപ്പോൾ ഇതിന്റെ ബേസിൽ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും അല്ലെ, നിയമന ശുപാർശ ഓരോ ജില്ലയിലും എത്രത്തോളം നടന്നു. അപ്പോൾ നമ്മൾ പഠിച്ച റാങ്ക് ലിസ്റ്റിൽ എവിടെ എത്തണം, എത്രത്തോളം പഠിച്ചാൽ മാത്രമാണ് നമുക്ക് ആ ഒരു ജോലി പ്രവേശിക്കാൻ പറ്റുന്നതൊക്കെ നിങ്ങൾക്ക് ഏകദേശം ഐഡിയ കിട്ടിയിട്ടുണ്ടാവും. അപ്പോൾ നല്ല രീതിയിൽ പഠിക്കുക, നന്നായിട്ട് പഠിക്കുക, ഓരോ പോയിന്റ് വൈസായിട്ട് ഡീപ്പായിട്ട് തന്നെ പഠിക്കുക. സ്കൂൾ ടെസ്റ്റിന് ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കുക. 5 മുതൽ +2 വരെയുള്ള സ്കൂൾ ടെസ്റ്റ് നന്നായിട്ട് തന്നെ പഠിക്കുക കേട്ടോ. എന്നാൽ മാത്രമേ നമുക്ക് പിന്നെ നമ്മുടെ കണ്ടന്റും നന്നായിട്ട് പഠിച്ചാൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റൂ, നമുക്ക് നല്ല റാങ്ക് വാങ്ങിച്ച് എന്ത് ചെയ്യാൻ പറ്റൂ, നമുക്ക് എക്സാം ക്രാക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, അതുപോലെ തന്നെ നമുക്ക് കറണ്ട് അഫയേഴ്സ് ഒക്കെ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങൾ എന്ത് ചെയ്യുക, കറണ്ട് അഫയേഴ്സിന് വേണ്ടി ഡെയിലി പത്രം വായിക്കുക. അതുപോലെ എന്ത് ചെയ്യുക, ആ ഓരോ പത്രത്തിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് കാണുന്ന കാര്യങ്ങൾ നോട്ട് ചെയ്ത് വെക്കുക. അല്ലെങ്കിൽ തന്നെ എന്താണ്, കറണ്ട് അഫയേഴ്സിനൊക്കെ ഒരുപാട് ടെലഗ്രാം ചാനലൊക്കെ ഉണ്ട് അല്ലേ, ഒരുപാട് സോഴ്സസ് ഉണ്ട്. അതിൽ നിന്ന് നിങ്ങളെല്ലാം കളക്ട് ചെയ്ത് വെക്കുക. നമുക്ക് നമ്മളൊരു 6 മന്ത് തന്നെ പ്രതീക്ഷിച്ചാൽ മതി. നമ്മുടെ മുന്നിലുള്ളതെന്ന് പ്രതീക്ഷിച്ച് തന്നെ പഠിക്കുക. അതിന് ഒത്തിരി സമയമില്ല എന്ന് പ്രതീക്ഷിച്ച് തന്നെ പഠിക്കുക. ഉഴപ്പാതെ പഠിക്കുക, നല്ല രീതിയിൽ പഠിക്കുക. ഓക്കെ,
അപ്പോൾ നമ്മളിവിടെ കോമ്പറ്റേറ്റീവ് ക്രാക്കർ എച്ച് എസ് സിക്ക് വേണ്ടി ഒരു ഓഫ്ലൈൻ ഓറിയന്റേഷൻ പ്രോഗ്രാം എറണാകുളത്ത് കണ്ടക്ട് ചെയ്യുന്നുണ്ട്. എന്നാണ് 9/2/2025 സൺഡേ ആണ്. അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും വരാൻ പറ്റും. സൺഡേ ആണ്. ജോലിക്ക് പോകുന്നവരാണെങ്കിൽ ഈ ഒരു ഇതിൽ ഓറിയന്റേഷൻ പ്രോഗ്രാമിൽ നിങ്ങൾക്ക് എല്ലാവർക്കും പങ്കെടുക്കാൻ പറ്റും. അപ്പൊ നിങ്ങൾ എല്ലാവരും എന്ത് ചെയ്യുക, നമ്മുടെ ഈ ഓറിയന്റേഷൻ പ്രോഗ്രാമിൽ പങ്കെടുക്കുക. ഡേറ്റ് ഞാൻ ഒന്നുകൂടി പറയാം, 9/2/2025 സൺഡേ ആണ്. അപ്പോൾ ഈ ഒരു പ്രോഗ്രാമിന് പങ്കെടുക്കാൻ വേണ്ടിയിട്ട് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഒരു ലിങ്ക് ഉണ്ടാവും. ആ ലിങ്കിൽ കയറി എന്ത് ചെയ്യുക, രജിസ്റ്റർ ചെയ്യുക. ഓക്കെ, അപ്പോൾ എല്ലാവരും നല്ല രീതിയിൽ പഠിക്കുക. ഓക്കെ, താങ്ക് യു.